എൻ്റെ പേര് നിസാർ. എൻ്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മൗലവി നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ദൈവികത ചാർത്തിക്കൊണ്ടുള്ള യാചന, തേട്ടം, പ്രാർത്ഥന അത് മാത്രമേ ഇബാദത്താവുകയുള്ളൂ എന്ന്. അതായത് മുസ്ലിം സമുദായം ദൈവികത കൽപ്പിക്കാതെ മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ, തേടിയാൽ, യാചിച്ചാൽ അത് ഇബാദത്തല്ല. ഹിന്ദു സമുദായം ദൈവികത കൽപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ അത് ഇബാദത്താണ്, അഥവാ അത് പ്രാർത്ഥനയാണ്, അത് ഇബാദത്താണ്. എൻ്റെ ചോദ്യം, ഒരു മുസ്ലിമായ ഒരാൾ യാതൊരു ദൈവികതയും കൽപ്പിക്കാതെ, യാതൊരു ദൈവികതയും ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ അത് ശിർക്കാകുമോ? മുസ്ലിയാർ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചോദിച്ചത്. അതിലാൾക്ക് ചെറിയൊരു ഭേദഗതി ഞാൻ വരുത്തേണ്ടത് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ മുഖപത്രം മൽമനാട് പറഞ്ഞതാ. ദിവ്യത്വവും ദൈവീകതയും ചാർത്തിയെങ്കിലേ ആരാധനയാവൂ. ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ പത്രം പറഞ്ഞതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം അതും വായിച്ചു നോക്കാം. അൽമനാർ 988 ജനുവരി ലക്കത്തിൽ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതല്ല. അപ്പൊ ആ പറഞ്ഞതൊന്നും എന്റെ പേരിൽ ചാർത്തും വേണ്ട. ഇത് കേടും ഗുണവും ഒക്കെ ആർക്ക് തന്നെ, മുജാഹിദുകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ചാർത്തണ്ട. അതുകൊണ്ട് മുജാഹിദ് മൗലവിമാരോട് ചോദിക്കുക. അല്ല, നിങ്ങളിപ്പോ ഈ എഴുതിയതനുസരിച്ച് ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ, ഒരു മുജാഹിദുകാരൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ അതിന്റെ വിധി എന്താണ്, അങ്ങോട്ട് ചോദിക്കാൻ, ഞങ്ങളോട് ചോദിക്കണ്ട. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ നടത്തുന്നത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാല് മഹാത്മാക്കൾക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് മുഅ്ജിസത്തും കറാമത്തും നൽകപ്പെട്ട ആളുകളോട് ചോദിക്കുന്ന പരിപാടിയാണ് ഇസ്തിഗാസ. ഗുരുവായൂരപ്പന് മുഅ്ജിസത്തും ഇല്ല, കറാമത്തും ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. അതുകൊണ്ട് സുന്നികൾ ഗുരുവായൂരപ്പന് ചോദിക്കുന്ന പരിപാടിയില്ല. ആ ചോദ്യം ഞങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല. അത് ചോദിക്കേണ്ടത് വഹാബി ഓഫീസിലേക്കാണ്, അൽമനാറിന്റെ ഓഫീസിലേക്കാണ് എന്നാണ് പറയാനുള്ള മറുപടി. എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. പക്ഷെ മൗലവി അതിൽ മറുപടി, മുസ്ലിം അതിൽ മറുപടി പറയാതെ ഒഴിവായി. ശരി, ഗുരുവായൂരപ്പൻ ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് ആരാധിച്ച ലാത്തയോട് ദൈവികത ചാർത്താതെ, ദൈവികത കൽപ്പിക്കാതെ ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുമോ? മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ച ലാത്തയോട് ദൈവികത കൽപ്പിക്കാതെ ഒരു മുസ്ലിം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ആരാധനയാകുമോ? ലാത്തയോടും ഉസ്സയോടും മറ്റേ ദൈവങ്ങളോടുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് പ്രവർത്തിച്ചാൽ, അങ്ങനെ ചെയ്താൽ മുശ്രിക്കാകുമോ എന്നാണ്. വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന പരിപാടി എന്താണ് എന്ന് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പുതുതായി മലയാള ഡിക്ഷണറിയിൽ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു പുതിയ പദമാണ് വിളിച്ച് പ്രാർത്ഥിക്കുക. മുസ്ലിമീങ്ങൾക്കുള്ള പരിപാടി ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാണ്? ഖുർആനിലുള്ള ഏത് പദത്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ഹദീസിലുള്ള ഏത് പദത്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ഇത് സമുദായത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു വലിയ വഞ്ചനയാണ്. ഖബർ സിയാറത്തിന് ഖബർ ആരാധന എന്ന് നിങ്ങൾ അർത്ഥം വെച്ച് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അതുപോലെ വ്യക്തിപരമായ ആദരവിന് വ്യക്തിപൂജ എന്ന് പേരിട്ടുകൊണ്ട് നിങ്ങളതിനെ ശിർക്കാക്കാൻ വേണ്ടി പദപരമാകുന്ന വഞ്ചന നടത്തി. ഇതുപോലെ പദപരമായൊരു വഞ്ചനയാണ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്ന് നിങ്ങൾ ഇനി സംസാരിക്കുന്നെങ്കിൽ മറുപടി പറയണം. നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് വ്യക്തമായി പഠിപ്പിക്കാറുണ്ട്. എന്താണ് ആ തൗഹീദ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് തൗഹീദിന്റെ ആ പരമാർത്ഥമാകുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അതിൽ അള്ളാഹു വിശദീകരിച്ച വിശദീകരണം നാം നൽകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു തആല സമദിയ്യത്തുള്ളവനാണ്. അതാണ് അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രത്യേകത. സമദിയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്വന്തവും സ്വതന്ത്രവും സമ്പൂർണവുമായ കഴിവിന്റെ ഉടമസ്ഥനാണ്. അഥവാ മറ്റൊരാളിലേക്കും യാതൊരുവിധ കാര്യങ്ങൾക്കും അല്ലാഹു തആല ആവശ്യക്കാരൻ അല്ല. തിരിച്ച് ഇങ്ങോട്ട് അല്ലാഹു അല്ലാത്ത ഏത് വസ്തുവും, ഏത് ആളും, ഏത് ശക്തിയും അല്ലാഹുവിലേക്ക് പൂർണ്ണമായും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തോടുകൂടെ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. ആ അല്ലാഹുവിന് മാത്രമേ ആരാധനയ്ക്ക് അർഹത കൽപ്പിക്കുവാൻ കഴിയൂ. ഇതാണ് ഇസ്ലാമികമായ തൗഹീദ്. അപ്പൊ ആരാധനയ്ക്ക് അർഹത കൽപ്പിക്കണമെങ്കിൽ സ്വന്തവും സ്വതന്ത്രവും സമ്പൂർണവുമായ കഴിവിന്റെ ഉടമസ്ഥനായിരിക്കണം എന്നതാണ് സൂറത്തു തൗഹീദിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന മാനദണ്ഡം. ഈ മാനദണ്ഡം പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഇനി ഈ അള്ളാഹുവിന് അല്ലാതെ വേറെ ആർക്കെങ്കിലും സ്വന്തവും സ്വതന്ത്രവുമായ കഴിവുണ്ടെന്ന് നമ്മൾ കൽപ്പിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ അങ്ങനത്തെ കഴിവുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കറിയില്ല, പക്ഷെ ആരാധനയ്ക്ക് അർഹതയുള്ളതാണ് ഇത് എന്നൊരാളങ്ങ് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ അതിനോട് സഹായം ചോദിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ അതിന്റെ മുമ്പിൽ കുനിയുന്നു, കുമ്പിടുന്നു, പൂവിടുന്നു, പാരിടുന്നു എങ്കിൽ അത് ശിർക്കാണ്. അപ്പൊ ലാത്തയെയും ഉസ്സയെയും മക്കാ മുശ്രിക്കുകൾ ചെയ്ത തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവർ ലാത്തയ്ക്കും ഉസ്സയ്ക്കും ഇവരെ സ്വന്തമായും സ്വതന്ത്രമായും രക്ഷപ്പെടുത്തുവാനുള്ള കഴിവ് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. യജമാനായ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ പോലും സമ്മതമില്ലാതെ സ്വന്തമായി ഈ ആരാധിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുവാനുള്ള കഴിവ് ലാത്തയ്ക്കും ഉസ്സയ്ക്കും ഉണ്ടെന്ന് ഈ ആരാധകർ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ചോദിച്ചു, മൻ വല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹു തആല ചോദിച്ചു, എടാ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചുകൊണ്ട് എന്റെ പോലും സമ്മതമില്ലാതെ സ്വന്തമായി അവർ നിങ്ങൾക്ക് ശുപാർശയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ നിങ്ങൾ അവരെ മുമ്പിൽ അവരെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ആരാധന അർപ്പിക്കുന്നു. ഇത് 1-ാം നമ്പർ ശിർക്കാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ല, അങ്ങനത്തെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ആരാധനയ്ക്ക് അർഹതമാണ്. ഈ ലേസ്, ഈ ടവൽ ആരാധിക്കപ്പെടാൻ അർഹമാണ് എന്ന് ഞാൻ അന്ധമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഈ ലേസിനെ ഞാനൊന്ന് മുത്തമിട്ടാൽ അത് ആരാധനയാണ്, അത് ശിർക്കാണ്. ഒരു കല്ല്, വെറും ഒരു കല്ല്, ഈ കല്ലെടുത്ത് എനിക്ക് ആ കല്ലിൽ എന്തോ ഒരു ദൈവികത്വം തോന്നിയിട്ട് ഈ കല്ലിനെ ഞാൻ വിശ്വസിക്കുന്നു, ഇത് ആരാധനയ്ക്ക് അർഹതയുള്ള കല്ലാണ് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, അന്ധമായി വിശ്വസിക്കുന്നു. ഈ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിനെ മുത്തമിട്ടാൽ, അല്ലെങ്കിൽ ഈ കല്ലിൽ ഞാനൊന്ന് തൊട്ടുമുത്തിയാൽ അത് ആരാധനയായി മാറി. ഈ പറയപ്പെട്ട രണ്ട് കാര്യവും അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയിലോ ബദരീങ്ങളിലോ മുഹീദ്ദീൻ ഷെയ്ഖിലോ റിഫാഇ ഷെയ്ഖിലോ ഭീമാ ഉമ്മയിലോ ഒരു വലിയനും ഒരു നബിയിനും ലോക മുസ്ലിംകൾ ആരും കൽപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി തങ്ങൾക്ക് സ്വന്തമോ സ്വതന്ത്രമോ ആയ എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് ലോക മുസ്ലിംകൾ ആരും വിശ്വസിച്ചിട്ടില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് ആരാധിക്കപ്പെടാൻ അർഹനാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നതും ഓസലന്തങ്ങളെ വിളിച്ച് സഹായം തേടുന്നതും ശിർക്കിന്റെ പരിധിയിൽ പെടുന്നത് അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ലാത്തയെ വിളിച്ച് ചോദിക്കുക, അങ്ങനൊരു മുസ്ലിം ചോദിക്കുകയില്ല. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലാത്തയെയോ ഗുരുവായൂരപ്പനെയോ ഉസ്സയെയോ ഒരു മുസ്ലിം വിളിച്ച് ചോദിക്കുകയില്ല. കാരണം അവന്റെ വിശ്വാസപ്രകാരം അവർ ഒരുവിധ സഹായത്തിന്റെ ഉടമസ്ഥരല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവർ തആവനുൽ ബിർരി വത്തഖ്വ എന്നല്ലാതെ ലാത്തയോടോ ഉസ്സയോടോ ഗുരുവായൂരപ്പനോടോ വേറെ ഏതെങ്കിലും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ള ആളുകളോടോ ഒരു മുസ്ലിം യാതൊരുവിധ കാരണവശാലും ചോദിക്കുകയില്ല. കാരണം ഒന്നുകിൽ അവൻ എന്ത് വിശ്വസിക്കണം, ഇവർക്ക് സ്വന്തമോ സ്വതന്ത്രമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവർ ആരാധനയ്ക്ക് അർഹതയുള്ളതാണെന്ന് അന്ധമായെങ്കിലും വിശ്വസിക്കണം. അങ്ങനെയും ഒരു മുസ്ലിം വിശ്വസിച്ചിട്ടില്ല. ഈ രണ്ട് വിശ്വാസവും ഒരു മുസ്ലിമിൽ കടന്നുകൂടാത്തത് കൊണ്ട് ഒരു മുസ്ലിമിൽ നിന്ന് ലാത്തയെ സഹായിക്കണമേ, ഉസ്സയെ സഹായിക്കണമേ, ഗുരുവായൂരപ്പ സഹായിക്കണമേ എന്നൊരു ചോദ്യം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെ ഉണ്ടാകാത്തൊരു കാര്യത്തെക്കുറിച്ച് മറുപടി പറയേണ്ട ആവശ്യവും ഇല്ല.
അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാത്ത, ഉത്ഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അർത്ഥമില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിച്ചത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16-ാമത്തെ വാള്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായൊരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു വലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ വലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ വലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഏതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫ്റാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ 1-ാം നമ്പർ ഇസ്തിഗാഥയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നവന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹി ഈസാ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായും മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദുരൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തുല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാഥയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത വലിയുല്ലാഹി എന്ന ഖൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ വലി എന്ന മഹാത്മാവെന്ന ഖൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല.